കേരള ഹയർ സെക്കൻഡറി പൊതുപരീക്ഷാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 77.97% വിജയ ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ വിജയ ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് 71.72%. സംസ്ഥാന വിജയ ശതമാനത്തെക്കാളും 6% പിന്നിലാണ് ജില്ലയിലെ വിജയ ശതമാനം. പുതിയ കാലത്തെ വിദ്യാഭ്യാസ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്കും കൂടിയാണ് ഈ ഒരു വിജയ ശതമാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഘടനാപരമായി ഇതിൽ കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അത് ഏത് രൂപത്തിലാണ് നമ്മളെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. നമ്മൾ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വരുമ്പം നിലവിൽ കാസർഗോഡ് ജില്ലയാണ്, കഴിഞ്ഞ വർഷം അതേപോലെയായിരുന്നു, കാസർഗോഡ് ജില്ലയാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ശതമാനത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ജില്ലയായിട്ട് മാറുന്നത്. അതിന്റെ ഒരു കണക്കും ഡാറ്റകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ 103 സ്കൂളുകളാണ് പ്രാവശ്യം നമ്മുടെ ഹയർ സെക്കൻഡറി എഴുതിയത്. ഗവൺമെന്റ് തലങ്ങളിലും അതേപോലെ തന്നെ അതിൽ എയ്ഡഡ് തലങ്ങളുണ്ടാവും, അൺഎയ്ഡഡ് സ്കൂളുകളും ഉണ്ടാവും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 103 സ്കൂളുകൾ നിലവിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഹയർ സെക്കൻഡറി കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിൽ 16,432 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 16,173 കുട്ടികൾ പരീക്ഷ എഴുതി. 11,599 കുട്ടികൾ മാത്രമാണ് എന്ത് ചെയ്തത്, പാസ്സായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നിലവിലെ ജില്ലയുടെ കണക്കെന്ന് പറയുന്നത്. നമ്മളെല്ലാ വർഷവും ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വിജയ ശതമാനത്തിൽ വലിയൊരു ഇടിവ് കാസർഗോഡ് ജില്ലയിൽ കാണുന്നുണ്ട്. അപ്പോൾ വിജയ ശതമാനത്തിലെ ഇടിവിനേക്കാളും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പല സ്കൂളുകളുടെയും റിസൾട്ടുകളാണ്. നമ്മൾ എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. പല മണ്ഡലങ്ങളെയും, പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് പോലത്തെ മണ്ഡലങ്ങളുടെ സ്കൂളുകളുടെ റിസൾട്ടാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. വലിയൊരു ഇടിവ് അതിൽ സംഭവിച്ചു. അതെ, സ്കൂളുകളുടെ റിസൾട്ടിന്റെ കാര്യത്തിലാണ്. നമ്മൾ ഈ 77% എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും സംസ്ഥാന ശരാശരിയേക്കാളും 6% വ്യത്യാസമാണ് ഉള്ളത്. പക്ഷേ സ്കൂളുകളുടെ റിസൾട്ടുകൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും 30% താഴെയുള്ള റിസൾട്ടുള്ള സ്കൂളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. അതായത് 100 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് 30 കുട്ടികൾ പോലും പാസ്സാവാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ചർച്ച ചെയ്തതാണ്. നമുക്ക് വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വേദന എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വർഷവും ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നു, ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായിരിക്കും ഇതിന്റെ ഒരു തോന്നുന്നത്? വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു പഠന സംവിധാനം ഇവിടെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാഥമികമായി അവർക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലഭിക്കേണ്ട അധ്യാപകരുടെ പിന്തുടർച്ചയോ കൃത്യമായി കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ ലഭ്യമാവുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പഠനകാലത്ത് കൃത്യമായി പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുഴുകേണ്ട സമയത്ത് തീർച്ചയായും സ്ഥിരമായിട്ടുള്ള അധ്യാപകരില്ലാത്തൊരു പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ ഒരു ആശങ്ക പങ്കുവെക്കുകയാണ്. അത് പരിശോധിക്കേണ്ട ആൾക്കാർ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം സ്ഥിരമായിട്ട് ചില സ്കൂളുകൾ ഏറ്റവും പിറകോട്ടേക്ക് പോകുന്നു. അത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൻ്റെയും നമ്മൾ ആ ഒരു ബേസ് എടുത്ത് നോക്കുമ്പോൾ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൻ്റെയും അതേപോലെ തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൻ്റെയും ചുറ്റുവട്ടത്ത് കിടക്കുന്ന സ്കൂളുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പിറകോട്ട് പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന കൃത്യമായിട്ടും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വളരെ കൂടുതലായിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത സാധനമാണ്. ഓരോ സ്കൂളുകളുടെ ഡാറ്റ വെച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തിരുന്നു. QIP സ്കൂളുകൾപ്പെട്ട, അതായത് 50% താഴെ റിസൾട്ട് വന്ന സ്കൂളുകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയിരുന്നു. അതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒന്ന്, സ്ഥിരം അധ്യാപകരില്ലാത്തൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. വരുന്ന അധ്യാപകർ തന്നെ ഇങ്ങനെ മാറി മാറി വരികയും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഒരു സ്ഥിരം അധ്യാപകരില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും. വേറെ എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ കഴിവില്ലായ്മ മാത്രമല്ല ഇവിടെ ഘടകമായി നിൽക്കുന്നത്. തീർച്ചയായും പ്രാഥമികമായി അവർക്ക് പഠനത്തിൽ ഏതൊക്കെ പിന്തുടർച്ചകൾ ഉണ്ടാവുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അതല്ലെങ്കിൽ അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സംവിധാനങ്ങളാണ് ജില്ലയിലെ സ്കൂളുകളിൽ ലഭ്യമാകുന്നത്, അത് ഏത് രൂപത്തിൽ അത് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഓരോ വിഷയത്തിലുള്ള സ്പെഷ്യലൈസേഷൻ കൂടി സംഭവിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒക്കെയും തന്നെ. അപ്പൊ അതിനെ ഏത് രൂപത്തിൽ
നമ്മുടെ സ്കൂളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, ഏത് രൂപത്തിലാണ് അവർക്ക് അതിന്റെ പിന്തുടർച്ചയും കൂടി കാര്യങ്ങളിൽ ഉണ്ടാവുന്നത് എന്നതും കൂടി ഒരു പ്രധാന പ്രശ്നമായി കാണുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ അതേപോലെ നമ്മൾ ഈ അധിക ബാച്ചുകൾ അനുവദിച്ച സ്കൂളുകളുണ്ട്, നമ്മൾ കണ്ടതാണ്. മലബാറിന്റെ പ്രത്യേക പ്രശ്നമാണല്ലോ ഈ ഹയർ സെക്കൻഡറികളിലെ സീറ്റ് ലഭിക്കാത്ത ഒരു വിഷയം വരുന്നു. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി അതിനുശേഷം പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പരിഹാരമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് നിലവിലുള്ള സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിക്കുക എന്നുള്ളതാണ്. എന്നാൽ പക്ഷേ ഈ അധിക ബാച്ച് അനുവദിക്കുന്നിടത്ത് ആ അധിക ബാച്ചിലെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. ഒരു 100 കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിൽ 250 കുട്ടികൾ പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ, ആ സ്കൂളിലെ അധ്യാപകർ ചെയ്യേണ്ട വലിയൊരു എഫേർട്ട്, അവരെടുക്കേണ്ട എഫേർട്ട്, അതേപോലെ തന്നെ അവിടുത്തെ ബാക്കി സൗകര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻ്റർവെല്ലിന് ഒരു കുട്ടിയെ വിട്ടാൽ 100 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്കൂളിൽ പുതുതായിട്ട് 2, 3, 4 ബാച്ചുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരിക്കും. സ്വാഭാവികമായിട്ടും കുട്ടികൾ ടോയ്ലറ്റിലേക്ക് പോകുന്നതും അല്ല വെള്ളം കുടിക്കാൻ പോകുന്നതൊക്കെ പ്രയാസമാണ്. ഇതൊക്കെയും അക്കാഡമിക്കായിട്ട് അതിനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നവും കൂടി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ റിസൾട്ടുകൾ എടുത്തു നോക്കുമ്പോൾ പിറകിലുള്ള സ്കൂളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അധിക ബാച്ച് അനുവദിച്ച സ്കൂളുകളാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന് ഈ ഡ്രോപ്പ് ഔട്ട് എന്നുള്ളത്. വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു എൻജോയ്മെന്റിന്റെ കാലം എന്നുള്ള രൂപത്തിലേക്ക് സീരിയസ് ആയി പഠനത്തെ സമീപിക്കുന്നിടത്ത് അധ്യാപകരെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇതിലൊരു റോളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്. അതൊരു ഘടകമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് എല്ലായിടത്തും, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല മൊത്തത്തിലുള്ളൊരു ഘടകമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് ഭരണകൂടം അത് പരിഹരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജില്ലയായതുകൊണ്ട് തന്നെ, റിസൾട്ടിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഭരണകൂടം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർക്ക് പഠന പിന്തുണയുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന രീതിയിൽ നോട്ട്സോ മാത്രമല്ല ഒരു പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കി നൽകേണ്ടത്. പറഞ്ഞു വരുന്നുള്ളത്, നമ്മൾ ഭരണകൂടങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമായി കുട്ടികൾക്ക് അതായത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. വർഷങ്ങളായിട്ട് റിസൾട്ടുകൾ പിറകോട്ട് പോകുന്നുണ്ട്. വർഷങ്ങളായിട്ട് സ്കൂളുകളുടെ പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. അങ്ങനെ അത് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ നടക്കുന്നതുകൊണ്ട്, ആ യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു മൊഡ്യൂളോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മലപ്പുറം വിജയബേരിയിലൊക്കെ അതിന്റെ മാതൃകകളാണ്. ഡിസ്ട്രിക്ട് ലെവൽ അക്കാഡമിക് റിക്കവറി മിഷൻ പോലെയുള്ള പദ്ധതികൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്യുക. തീർച്ചയായും. പ്രധാനമായിട്ടും പിറകോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുട്ടികളെ അവരെ പ്രത്യേകമായി കണ്ടെത്തുകയും അവർക്ക് വേണ്ട അസസ്മെന്റുകൾ നടത്തി ഒരു ടീച്ചേഴ്സിന്റെയും കൂടി സപ്പോർട്ട് അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും പാരന്റ്സിനും കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റും. കുട്ടികളെ സഹായിക്കുകയും കുട്ടികളുടെ പിന്തുടർച്ച ചെയ്യുന്നിടത്തൊക്കെ ഒരു പ്രൊജക്ട് തന്നെ തയ്യാറാക്കി. അതെ, തീർച്ചയായും സ്കൂളുകളെ കണ്ടെത്തി അവരെ ദത്തെടുക്കുന്ന രീതിയിൽ, അത് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഇത്തരം പദ്ധതി പ്രവർത്തനങ്ങളിൽ നമ്മുടെ വെഫിയുടെ സംവിധാനങ്ങളെ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പം അത്തരത്തിൽ വിദ്യാഭ്യാസം പ്രധാനമായിട്ടും അനുഭവിക്കേണ്ട ആവശ്യമുള്ള ഒരു ജില്ലയെ ഇത്തരത്തിലൊരു ഗ്രാഫ് വെച്ച് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് ഏത് തരത്തിലാണ് അതിന്റെ സൊല്യൂഷൻ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയും കൂടി നമ്മൾ വീണ്ടും അടുത്ത വർഷം ഇതേപോലെ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഇതും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വിശകലനം മാത്രമാണ്. കാസർഗോഡ് ജില്ലയുടെ റിസൾട്ട് വിശകലനം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് പെർസെൻറ്റേജുള്ള ജില്ലയായിട്ട് നമ്മളിങ്ങനെ വാർത്താ തലവാചകങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഡാറ്റ അനലൈസ് ചെയ്തതാണ്. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ലാതെ ജില്ലയുടെ വിദ്യാഭ്യാസ
മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.